രാവിലെ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റത്. ചേട്ടൻ വീട്ടിലുണ്ടായിരുന്നില്ല. തേങ്ങ ഇടിക്കാനായിട്ട് രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ആൻസൂട്ടനെ ഞാൻ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കി, നോ രക്ഷ. ഈ വീട്ടിൽ ആദ്യം ഉണരുന്ന കക്ഷിയാണ് നിൽക്കുന്നത്. ഞാൻ പിന്നെ നമ്മുടെ തട്ടകമായ അടുക്കളയിലെത്തി. കുറച്ചധികം പാത്രങ്ങൾ കഴുകാൻ നമ്മളെ കാത്തിരിപ്പുണ്ടായിരുന്നു. തലേന്ന് നല്ല തലവേദന ആയതുകൊണ്ട് പാത്രങ്ങളൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതെല്ലാം കഴുകി വെച്ചു. അടുക്കളയെല്ലാം ക്ലീനാക്കി നേരെ കട്ടൻ ചായ ഇട്ടു. രാവിലത്തെ കട്ടൻ ചായയുടെ എനർജി വേറെ ലെവലാണ്. തലേന്ന് കുറച്ച് പയർ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കി വേറെ പാത്രത്തിലേക്ക് കോരി മാറ്റി ചപ്പാത്തി ഉണ്ടാക്കി. ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ്. മുട്ട പുഴുങ്ങിയിരിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായല്ലോ ചപ്പാത്തിക്ക് മുട്ടക്കറി ആയിരിക്കുമെന്ന്. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ആൻസൂട്ടന് പിന്നെ ഉച്ചക്കത്തേക്ക് ചോറ് കൊണ്ടുപോകാൻ മടിയാണ്. അങ്ങനെ ആൻസൂട്ടൻ ചപ്പാത്തിയും മുട്ടക്കറിയുമാണ് ലഞ്ച് ബോക്സിലേക്ക് കൊണ്ടുപോയത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ആൻസ് സ്കൂളിലേക്ക്. കൂട്ടുകാരൻ അഭിഷേക് രാവിലെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും തോളിൽ കൈയൊക്കെ ഇട്ട് ബസ് കയറാനായിട്ട് പോയി. അതിനുശേഷം ഞാൻ കുറച്ച് കിഴങ്ങ് കറി കൂടി ഉണ്ടാക്കി. ഇനി മുട്ടക്കറി ഇഷ്ടമല്ലെങ്കിൽ കിഴങ്ങ് കറി കൂട്ടിയിട്ട് ചപ്പാത്തി കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. നല്ല മഴയായിരുന്നു. ബാസ്കറ്റ്ബോൾ മഴയൊക്കെ ആസ്വദിച്ച് അങ്ങ് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചോറൊക്കെ വാർത്തിട്ടു. അതിനുശേഷം ഒരു കുളിയൊക്കെ പാസ്സാക്കി വന്നപ്പോഴത്തേക്കും ചേട്ടനും എത്തി. അപ്പോൾ ഇടയ്ക്ക് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ആൻസുകൂട്ടന് ബെൽറ്റിൻ്റെ പൈസ കൊടുക്കാനായിട്ട് വന്നിട്ട് പെട്ടെന്ന് പോയി. അതിനുശേഷം വന്നതാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല ചൂട് ചപ്പാത്തിയും മുട്ടക്കറിയും കിഴങ്ങ് കറിയും കട്ടൻ ചായയും.